നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി നിരവധി ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് റീപാക്കിംഗ് ബിസിനസ്സിൽ ചെറിയ മുതൽ മുടക്കിൽ ചെയ്യുവാൻ സാധിക്കുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താമോ എന്ന്. നേരത്തെ തന്നെ റീപാക്കിംഗ് ബിസിനസ്സിനെ കുറിച്ച് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും പ്രധാനപ്പെട്ടതും ചില പുതിയ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി ഈ വീഡിയോയിൽ ഒരു 3 ഉൽപ്പന്നങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വീടുകളിൽ വെച്ച് തന്നെ ആരംഭിക്കാവുന്ന ഒരു ചെറുകിട സംരംഭമാണ് റീപാക്കിംഗ് ബിസിനസ്. വീട്ടിൽ വെച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഉദ്യം രജിസ്ട്രേഷനും പാക്കിംഗ് ലൈസൻസും ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷനും ഉണ്ടെങ്കിൽ തുടങ്ങുവാൻ സാധിക്കുന്ന സംരംഭമാണ് റീപാക്കിംഗ് ബിസിനസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 3 ഉൽപ്പന്നങ്ങളാണ്. ഒന്ന് ഉണക്കമീനാണ്. ഉണക്കമീനെ കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ വിശദമായ വീഡിയോ ഇട്ടിട്ടുണ്ട്. ധാരാളം ആളുകൾ കണ്ട വീഡിയോയാണ്. അടുത്തുള്ള മാർക്കറ്റിൽ പോയി ഗുണമേന്മയുള്ള ഉണക്കമീൻ നോക്കി പർച്ചേസ് ചെയ്ത് അതിൻ്റെ വാലും ചിറകുമൊക്കെ വെട്ടി വൃത്തിയാക്കി നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് എന്ന നിലയിൽ വിപണിയിൽ ഇറക്കുക എന്നതാണ് ഉണക്കമീൻ റീപാക്കിംഗ് ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉണക്കമീൻ വൃത്തിയാക്കിയും മസാല പുരട്ടിയും ഒക്കെ നമുക്ക് മാർക്കറ്റിൽ ഇറക്കുവാൻ സാധിക്കും. ചെറിയ തോതിൽ തുടങ്ങിയാൽ മതി. വൻകിട മാർക്കറ്റുകളിൽ പോയി വളരെ വില കുറച്ച് വലിയ ക്വാണ്ടിറ്റി എടുത്ത് തുടങ്ങാതെ അടുത്തുള്ള മാർക്കറ്റിൽ പോയി ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് ചെറിയ തോതിൽ തുടങ്ങി പതിയെ വളർത്തിയെടുത്തോണ്ട് വരികയാണ് ഈ ഒരു ബിസിനസ്സിന് അഭികാമ്യം എന്ന് പറയും. ഒരു ചെറിയ ഡീഹൈഡ്രേറ്റർ അല്ലെങ്കിൽ ഡ്രയർ എന്ന് പറയുന്ന മെഷീൻ കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് വളരെ വിജയകരമായി നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വൃത്തിയിലും പാക്കിങ്ങിൻ്റെ ഭംഗിയിലുമാണ്. അടുത്തതായി പറയുവാൻ പോകുന്ന ഉൽപ്പന്നം നമുക്കറിയാം, കൊണ്ടാട്ടം, തൈര് മുളക് കൊണ്ടാട്ടം. എല്ലാവർക്കും അറിയാം, കൊണ്ടാട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള മുളക് തൈരും ഉപ്പും ചേർത്ത് ഉണക്കിയെടുത്ത് പാക്ക് ചെയ്ത് വിൽക്കുന്ന സംരംഭമാണ്. ഈ ഒരു ബിസിനസ്സും വളരെ ഈസിയായി ചെയ്യുവാൻ കഴിയുന്ന ബിസിനസ്സാണ്. മൂന്നാമതായി, കൊണ്ടാട്ട വിപണിയിൽ തന്നെ നമുക്ക് നിരവധി ഉൽപ്പന്നങ്ങൾ പുതുതായി പരിചയപ്പെടുത്തുവാൻ സാധിക്കും. നമ്മുടെ വീടുകളിൽ ധാരാളമായി ഉണ്ടാകുന്ന ഏത് ഉൽപ്പന്നവും നമുക്ക് കൊണ്ടാട്ടമായി രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ പാവയ്ക്ക ഉണ്ട്. പാവയ്ക്ക എന്ന് പറഞ്ഞാൽ ചിലയിടങ്ങളിൽ കയ്പ എന്നാണ് പറയുക. പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാം. കോവയ്ക്ക ഉണ്ട് എന്ന് വിചാരിക്കുക, കോവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാം. വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ പറമ്പിൽ സുലഭമായി ലഭിക്കുന്ന ഏത് ഉൽപ്പന്നമാണോ അത്തരം ഉൽപ്പന്നം ഉപ്പ് ചേർത്ത് വേവിച്ച് വൃത്തിയായി ഉണക്കി പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ റീപാക്കിംഗ് ബിസിനസ്സിൽ ചെയ്യുവാൻ സാധിക്കുന്ന 3 തരം ഉൽപ്പന്നങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. ഇത് വിജയകരമായി നടത്തുന്നതിന് നമുക്ക് ഒരു ഡ്രയർ മെഷീൻ ആവശ്യമാണ്. ഡീഹൈഡ്രേറ്റർ, ചെറിയ ഡീഹൈഡ്രേറ്റർ ഒക്കെ ഒരു 30,000 രൂപയിൽ താഴെ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ലൈസൻസുകൾ എന്ന് പറയുമ്പോൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യുന്നത് കൊണ്ട് ഒരു ഉദ്യം രജിസ്ട്രേഷനും പാക്കിംഗ് ലൈസൻസും ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷനും ഉണ്ടെങ്കിൽ ഈ ഒരു സംരംഭം നമുക്ക് ആരംഭിക്കുവാൻ സാധിക്കും. ഇത് സംബന്ധിച്ച എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുവാനും മറക്കരുത്. വീഡിയോ മറ്റ് സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.